നമസ്കാരം. കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാരിൻ്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഭരണ സംവിധാനത്തിൻ്റെ അങ്ങേയറ്റത്തെ പിടിപ്പുകേടിൻ്റെയും ഇരട്ടത്താപ്പിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമായി അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് മാറുകയാണ്. പാർട്ടി നേതൃത്വത്തെയും ഭരണകൂടത്തെയും പരസ്യമായി വെല്ലുവിളിച്ച ഒരു വ്യക്തി പോലീസ് സേനയെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്തുടനീളം സ്വൈര്യവിഹാരം നടത്തിയിട്ടും എന്തുകൊണ്ട് പിടികൂടിയില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനും എം.വി. ജയരാജനും അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞതിനു ശേഷമാണ് പോലീസ് ഇയാളെ പിടികൂടിയതെന്നത് വിചിത്രമാണ്. ഇതുകൊണ്ട് തന്നെ കേരള പോലീസ് സേനയിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും അവർ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭയിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആയങ്കിയെ തള്ളിപ്പറഞ്ഞപ്പോൾ മാത്രമാണോ പോലീസ് ഉണർന്നത്? ഇത് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ കഴിവുകേടല്ല, മറിച്ച് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്നതിൻ്റെ തെളിവാണ്. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സംസ്ഥാനത്തുടനീളം വലവിരിച്ച് കാടിളക്കി പരിശോധന നടത്തുമ്പോഴും അർജുൻ ആയങ്കി കണ്ണൂരിലെ നിരത്തുകളിലൂടെ കാർ ഓടിച്ച് നടക്കുകയായിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് വീഡിയോ സന്ദേശങ്ങൾ അയക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് എവിടെയായിരുന്നു? പാർട്ടിയെയും ഭരണകൂടത്തെയും വെല്ലുവിളിക്കുന്നവരെ പിടികൂടാൻ പോലും മടിക്കുന്ന, അല്ലെങ്കിൽ അർഹിക്കുന്ന ഗൗരവത്തിൽ കാണാത്ത ഒരു സേനയായി കേരള പോലീസ് അധപ്പതിച്ചുവോ? രാഷ്ട്രീയമായ അതിജീവനത്തിന് വേണ്ടി പാർട്ടി തള്ളിപ്പറഞ്ഞപ്പോൾ മാത്രമാണ് നിയമം ഉണർന്നതെന്നത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൻ്റെ തകർച്ചയാണ് കാണിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഭരിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പോലീസ് നീതി നടപ്പാക്കേണ്ടിടത്ത് മൗനം പാലിക്കുന്നു. ഗുണ്ടാ രാഷ്ട്രീയ മാഫിയ ബന്ധങ്ങൾ കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ മൗന അനുവാദത്തോടെ വളരുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ബാധ്യതയുണ്ട്. അർജുൻ ആയങ്കിയുടെ ഈ ഒരു ഒളിവ് ജീവിതം അന്വേഷണ ഏജൻസികളുടെ പരാജയമല്ല, മറിച്ച് ഭരണകൂടത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളുടെ തെളിവാണ്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകളെ ബി.ജെ.പി. ശക്തമായി അപലപിക്കുന്നു. അർജുൻ ആയങ്കി കേരള പോലീസിനെ വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നപ്പോൾ സൈബർ വിഭാഗം പൂർണ്ണമായും നിഷ്ക്രിയമായിരുന്നു എന്നത് അതീവ ഗൗരവകരമായൊരു വിഷയമാണ്. ഒളിവിലായിരുന്ന ദിവസങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച വൈഫൈ നെറ്റ്വർക്കുകളും സുഹൃത്തുക്കളുടെ സഹായങ്ങളും കണ്ടെത്താൻ അധികാരികൾ ബോധപൂർവം വൈകിപ്പിച്ചു എന്ന ആരോപണത്തിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് ഇത്രയും നിസ്സാരമായി സംസ്ഥാനം വിട്ടുപോകാതെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ പോരായ്മ തന്നെയാണ്. ഇത് നിലവിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണപരമായ പരാജയമായി മാത്രമേ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ. CPM നേതാക്കളായ പിണറായി വിജയനെയും എം.വി. ജയരാജനെയും പരസ്യമായി തള്ളിപ്പറഞ്ഞതിനു ശേഷം മാത്രം പോലീസ് നടപടികൾ അപ്രതീക്ഷിതമായി വേഗത്തിലായത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ പിടികൂടുന്നതിൽ പോലും രാഷ്ട്രീയ നിറം നോക്കുന്ന പക്ഷപാതപരമായ പോലീസ് സേനയാണ് കേരളത്തിൻ്റേത് എന്നത് ജനാധിപത്യത്തിന് കളങ്കമാണ്. അഭിഭാഷകയുടെ സുരക്ഷിതമായ വസതിയിലിരുന്ന് പോലീസിനെ പരിഹസിച്ചുകൊണ്ട് തുടർച്ചയായി വീഡിയോകൾ പ്രചരിപ്പിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എന്തു ചെയ്യുകയായിരുന്നു? സാങ്കേതികമായി വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ 21 ദിവസത്തോളം സമയമെടുത്തു എന്നത് തികഞ്ഞ അവിശ്വസനീയത ഉളവാക്കുന്നു. അഴീക്കോട്ടെ സുഹൃത്തിൻ്റെ കാറിൽ കണ്ണൂരിലും മട്ടന്നൂരിലുമായി കറങ്ങി നടന്ന് ഭക്ഷണവും മദ്യവും വാങ്ങി കാറിലിരുന്ന് ആസ്വദിച്ചു കഴിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം പരിശോധന നടത്തുന്നുവെന്ന് അവകാശപ്പെട്ട പോലീസ് വാഹനങ്ങൾ ഈ കാറുകൾ ശ്രദ്ധിച്ചില്ലേ? അതോ കണ്ണൂരിലെ ഭരണസ്വാധീനം ഉപയോഗിച്ച് പോലീസിന്റെ കണ്ണുകെട്ടി അന്വേഷണം മനഃപൂർവ്വം മന്ദഗതിയിലാക്കിയതാണോ? ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണിത്. പ്രതിയുടെ സഞ്ചാരപഥങ്ങളും താവളങ്ങളും കൃത്യമായി അറിയാമായിരുന്നിട്ടും ഉന്നതതല ഇടപെടലുകൾ കാരണം എന്തുകൊണ്ട് ഇയാളെ കൃത്യസമയത്ത് തടഞ്ഞില്ല എന്നത് ആഭ്യന്തര വകുപ്പ് വ്യക്തമായ മറുപടി നൽകിയേ പറ്റൂ. പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചോദ്യം ചെയ്യലിൽ കുറ്റം മുഴുവൻ സമ്മതിച്ചു എന്നത് കേസ് ചുരുക്കിക്കെട്ടാനും യഥാർത്ഥ പിന്തുണക്കാരെ രക്ഷിക്കാനുമുള്ള എളുപ്പവഴിയാണോ? ഇയാൾക്ക് ഒളിത്താവളങ്ങളും സഹായങ്ങളും നൽകിയ രഹസ്യ ശൃംഖല ആരൊക്കെയാണ്? പൊതുസമൂഹത്തിന് മുന്നിൽ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. കേരള പോലീസ് സേനയ്ക്കുള്ളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും പാർട്ടി താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രം ഫയലുകൾ നീക്കുന്ന പോലീസ് സേന നാടിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയാണ്. ഫോറൻസിക് പരിശോധനയ്ക്കായി ആയങ്കിയുടെ മൊബൈൽ ഫോൺ അയച്ചു എന്നത് കേവലം നടപടിക്രമങ്ങൾ പാലിക്കൽ മാത്രമായി ഒതുങ്ങിപ്പോകുമോ എന്ന ആശങ്ക ശക്തമാണ്. മുൻകാലങ്ങളിലും ഇത്തരം ഹൈ പ്രൊഫൈൽ കേസുകൾ പലതും രാഷ്ട്രീയ സമ്മർദ്ദത്താൽ അട്ടിമറിക്കപ്പെട്ട ചരിത്രമുള്ള നാടാണ് കേരളം. ഉത്തരവാദിത്തപ്പെട്ട ഒരു അഭിഭാഷകയുടെ വസതിയിൽ നിന്നാണ് നിയമവിരുദ്ധമായ അവസാന ഭീഷണി സന്ദേശം പുറത്തു വന്നതെന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ കുറ്റവാളികൾക്ക് ഒളിവിലിരിക്കാൻ സുരക്ഷിതമായ താവളം ഒരുക്കുന്നു എന്നത് അങ്ങേയറ്റത്തെ സാമൂഹിക അപചയമാണ്.
പാർട്ടിക്കാർ വിമർശിച്ചപ്പോൾ മാത്രം ഉണർന്ന പോലീസ് നേതാക്കളുടെ കൈകളിലെ പാവയായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തുടനീളം കമ്മ്യൂണിസ്റ്റ് പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അർജുൻ ആയങ്കി സ്വൈര്യവിഹാരം നടത്തിയത് പോലീസിന്റെ അറിവോടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെയാണെന്നത് വ്യക്തമാണ്. ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞിട്ടും ഇയാളെ പിടികൂടാൻ വൈകിയതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. കേരള പോലീസിലെ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർ സേനയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തുകയാണ്. BJP ഉയർത്തുന്ന പ്രധാന ആരോപണവും ഇതുതന്നെയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. എന്നാൽ ഇവിടെ നിയമം പാർട്ടിക്കാരന് ഒരു തരത്തിലും സാധാരണക്കാരന് മറ്റൊരു തരത്തിലുമാണ്. ഇത് മാറ്റിയെടുക്കാൻ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആവശ്യമാണ്. അവസാന ഭീഷണി സന്ദേശം അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തു എന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ച കുറ്റങ്ങൾ മാത്രം പോരാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. പാർട്ടി വിമർശിച്ചാൽ പിടികൂടും, അല്ലാത്തപ്പോൾ സംരക്ഷിക്കുമെന്ന നയം മാറ്റേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതരല്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു സംഭവം. ഇനിയെങ്കിലും പോലീസ് ഭരണകക്ഷിയുടെ അടിമപ്പണി അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അന്വേഷണം ഫോറൻസിക് ലാബിലേക്ക് എത്തുമ്പോൾ സത്യം പുറത്തു വരുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെ ഈ കേസ് മുന്നോട്ട് പോകുമോ? ആയങ്കി പറഞ്ഞത് തനിക്ക് പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ്. അത് സ്വാഭാവികമാണ്. കാരണം താൻ ചെയ്ത കാര്യങ്ങൾ ചില നേതാക്കൾക്കായി വേണ്ടി കൂടിയാണെന്ന ഉറച്ച ബോധ്യം അയാൾക്കുണ്ടാകാം. എന്തായാലും കേരളം ഉറ്റുനോക്കുന്നത് ഈ കേസിന്റെ അന്തിമ വിധിയിലാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടം ഇച്ഛാശക്തി കാണിക്കണം. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നിയമവും നീതിയും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകേണ്ടതുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാധീനങ്ങളിലും മുൻഗണനകളിലും പലപ്പോഴും അന്വേഷണങ്ങളുടെ വേഗതയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. കുറ്റവാളികൾക്ക് ഒളിത്താവളങ്ങളും സംരക്ഷണം ഒരുക്കുന്നതിൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടെന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാനും നിയമവാഴ്ച പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാനും ഭരണകൂടത്തിന്റെ അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തു നിന്നും കർശനമായ നിശ്ശബ്ദതയും ഇച്ഛാശക്തിയും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയ പ്രേരിതമായ കുറ്റകൃത്യങ്ങളും ഗുണ്ടാസംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും കേരളത്തിൽ നിത്യസംഭവമായി മാറുമ്പോൾ ഭരണകൂടം കാഴ്ചക്കാരുടെ വേഷം കിട്ടുന്നത് അപലപനീയമാണ്. പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ പഴുതുകളും രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അർജുൻ ആയങ്കിയുടെ ഒളിവ് ജീവിതവും തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളും. അർജുൻ ആയങ്കി ഒരു പ്രതീകം മാത്രമാണ്. ഇയാളെപ്പോലെ പലരും അധികാരത്തിന്റെ തണലിൽ സംസ്ഥാനത്ത് വിഹരിക്കുന്നുണ്ട്. അവരെ കൂടി പിടികൂടിയാൽ മാത്രമേ കേരള പോലീസ് സേനയ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ ലഭിക്കൂ. VD സതീശൻ സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.